ലക്ഷ്മിച്ചോ? കയറി വാ. കുറേ ദിവസമായി മോളെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങണമെന്ന് വിചാരിക്കുന്നു. എന്തൊരു മഴയാ, മഴ കാരണം ഇറങ്ങാനാവണ്ടേ. ഇരിക്ക് ലക്ഷ്മിച്ചി. മോളെന്തിയേ? മോള് സ്കൂളിൽ പോയി. എന്തൊരു കോലം എൻ്റെ മോളെ നിൻ്റെ, കണ്ടിട്ട് സഹിക്കുന്നില്ല. എങ്ങനെ നടന്ന കുട്ടിയാ. പോകേണ്ടവർ പോയി എന്ന് കരുതി ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നോട്ട് ജീവിക്കാതെ പറ്റില്ലല്ലോ. എല്ലാം ഓരോ വിധി, അല്ലാതെ എന്തു പറയാനാ. ചായ കുടിച്ചോ? ആ കുടിച്ചു. എന്താ പലഹാരം? പലഹാരം പലഹാരം അത് പിന്നെ മോള് പറഞ്ഞു രാവിലെ ചോറ് മതിയെന്ന്. മഴയായതുകൊണ്ടേ ചൂട് ചോറ് കഴിക്കാൻ നല്ലതല്ലേ, അതുകൊണ്ട് ചോറാ ഉണ്ടാക്കിയേ. എന്തിനാ മോളെ ലക്ഷ്മിയേച്ചിയോട് നീ കള്ളം പറയുന്നത്? അത് ചേച്ചി സാധനങ്ങളൊന്നും മേടിച്ചില്ലേ? മഴ തുടങ്ങിയിട്ട് കുറച്ചായില്ലേ, എവിടെ പണിയൊന്നുമില്ല. നീ എന്തായാലും ഇത്രയും പഠിച്ചതല്ലേ, നിനക്ക് എന്തെങ്കിലും ഒരു ജോലിക്ക് നോക്കിക്കൂടെ? ഡിഗ്രി ഒന്നും ഇന്നത്തെ കാലത്ത് വലിയ പഠിപ്പൊന്നുമല്ല ചേച്ചി. ഡിഗ്രി ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇപ്പോൾ? പണ്ടത്തെ 10ാം ക്ലാസ് പോലെയാ ഇപ്പോൾ ഡിഗ്രി. എന്നാലും നോക്കുന്നുണ്ട്, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ചേച്ചി, ഞാൻ നിങ്ങളുടെ കൂടെ തൊഴിലുറപ്പിന് വന്നാലോ എന്ന് ആലോചിക്കുക. ഇതാ പറയുന്നത്, വീട്ടുകാരെയും കുടുംബക്കാരെയൊക്കെ വെറുപ്പിച്ചിറങ്ങി വന്നതുകൊണ്ടല്ലേ നിനക്ക് ഈ ഗതി വന്നത്. അല്ലായിരുന്നെങ്കിൽ ഈ സമയത്ത് അവരെങ്കിലും കൂടെ ഉണ്ടാവുമായിരുന്നില്ലേ? അതിലെനിക്കൊരു വിഷമവുമില്ല ചേച്ചി. കൂടെ ഇറങ്ങി വന്ന അന്ന് മുതൽ ഒരു കുറവും അറിയിക്കാതെയാ ചേട്ടൻ എന്നെ നോക്കിയിട്ടുള്ളത്. എൻ്റെ അച്ഛൻ എന്നെ കൊണ്ടു നടന്നിരുന്ന പോലെ, ചിലപ്പോൾ അതിനേക്കാൾ നന്നായിട്ട് ഒരു രാജ്ഞിയെപ്പോലെ എന്നെ കൊണ്ടു നടന്നിരുന്നത്. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതുപോലും ചേട്ടൻ്റെ കൂടെ വന്നതിന് ശേഷമല്ലേ. അന്ന് കിട്ടിയ ജോലി കളയേണ്ടെന്ന് എന്നോട് ഒരുപാട് പറഞ്ഞതാ. പക്ഷേ അന്ന് മോള് കുഞ്ഞായിരുന്നല്ലോ. എന്നിട്ടും ചേട്ടൻ പറഞ്ഞു അവളെ ഡേ കെയറിലാക്കാം, നീ പഠിച്ച് കഷ്ടപ്പെട്ട് കിട്ടിയ ജോലിയല്ലേ, അത് കളയണ്ടാന്ന്. ഞാനായിട്ട് അത് വേണ്ടാന്ന് വെച്ചത്. മോളെ അങ്ങനെ ആക്കിയിട്ട് പോകാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം എന്നോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താണെന്നറിയോ? ഒരു ഉള്ളി വാങ്ങാനായിട്ടാണെങ്കിൽ പോലും എനിക്കൊരു കടയിൽ പോകേണ്ടി വന്നിട്ടില്ല. എൻ്റെ അത്യാവശ്യ സാധനങ്ങൾ പോലും ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ ചേട്ടൻ കൊണ്ടു തരുമായിരുന്നു. ഒരു കുറവും എന്നെ അറിയിച്ചിട്ടില്ല. അങ്ങനെ ആ സ്നേഹത്തിൻ്റെ തണലിൽ ജീവിച്ച് ഞാനൊരു കാര്യപ്രാപ്തിയില്ലാത്തവളായിപ്പോയി. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുമ്പോൾ കയ്യും കാലും ചങ്ങലയിൽ ബന്ധിച്ച പോലെ തോന്നുക. ഒരു നിമിഷം പോലും ചേട്ടനില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഞാൻ വിചാരിച്ചില്ല ചേച്ചി. ലക്ഷ്മിയേച്ചി മോളെ കരയിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. മോള് വിഷമിക്കാതിരി, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. തൽക്കാലം മോളിത് വെക്കേ. എന്തായാലും വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ മേടിക്കേ. എനിക്ക് 1-2 പേരെ കാണാനുണ്ട്, നമുക്ക് ശരിയാക്കാം. എന്നാൽ ലക്ഷ്മിയേച്ചി ഇറങ്ങട്ടെ. ഭർത്താവ് എത്രയൊക്കെ സ്നേഹമുള്ള ആളാണെങ്കിലും പെൺകുട്ടികൾ എപ്പോഴും സ്വന്തം കാര്യം നിൽക്കാൻ ശ്രമിക്കുക. നാളെ കുട്ടിക്കും ഇങ്ങനൊരു അവസ്ഥ